നമസ്കാരം. ഗുരുഗീത 116 തൊട്ട് 120 വരെ. അഗോചരം തദാഗമ്യം നാമരൂപവിവർജിതം നിശബ്ദം തദ്വിജാനീയാത് സ്വഭാവം ബ്രഹ്മ പാർവതി. ഹേ പാർവതി, അഗോചരവും അഗമ്യവും നാമരൂപരഹിതവും നിശബ്ദവും ആണ് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമെന്ന് നീ അറിഞ്ഞാലും. യഥാ ഗന്ധസ്വഭാവേന കർപ്പൂരകുസുമാദിഷു ശീതോഷ്ണാദിസ്വഭാവേന തഥാ ബ്രഹ്മ ച ശാശ്വതം. എപ്രകാരമാണോ കർപ്പൂരസുഗന്ധം സ്വഭാവമായിരിക്കുന്നത്, ശീതോഷ്ണാദികളിൽ ശീതത്വവും ഉഷ്ണവും സ്വഭാവമായിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മത്തിൽ അനശ്വരത സ്വഭാവമായിരിക്കുന്നു. സ്വയം തഥാവിദോ ഭൂത്വാ സ്ഥാതവ്യം യത്ര കുത്രചിത് കീടഭ്രമരവത്തത്ര ധ്യാനം ഭവതി താദൃശം. എവിടെയിരുന്ന ഏതൊന്നിനെ ധ്യാനിക്കുന്നുവോ ആ വ്യക്തി സ്വയം അതായിത്തീരുന്നു. എങ്ങനെയാണോ കീടം വണ്ടിനെ ധ്യാനിച്ച് വണ്ടായിത്തീരുന്നത്, അതായത് പുഴു ധ്യാനിച്ച് വേട്ടാളനായി തീരുന്നത് പോലെ ബ്രഹ്മത്തെ ധ്യാനിച്ച് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. ഗുരുധ്യാനം തഥാ കൃത്വാ സ്വയം ബ്രഹ്മമയോ ഭവേത് പിണ്ഡേ പദേ തഥാ രൂപേ മുക്തോസൗ നാത്ര സംശയ. അപ്രകാരം ഗുരുധ്യാനം ചെയ്യുന്ന ശിഷ്യൻ ബ്രഹ്മമയത്വം ഭവിക്കുന്നു. ഒപ്പം പിണ്ഡം, പദം, രൂപം എന്നിവയിൽ നിന്നയാൾ മുക്തനുമായി തീരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശ്രീപാർവതി പറയുകയാണ്, പിണ്ഡം കിം തു മഹാദേവ പദം കിം സമുദാഹൃതം രൂപാതീതം ച രൂപം കിം ഏതദാഖ്യാഹി ശങ്കര. ഹേ ശങ്കര, പിണ്ഡമെന്നാൽ എന്താണ്, പദമെന്നതെന്തെന്നും വിശദമാക്കണേ. രൂപാതീതൻ്റെ രൂപമെന്തെന്നും ദയവായി പറഞ്ഞു തന്നാലും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.